ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. ISL അപ്ഡേറ്റ്സിൻ്റെ 4ാമത്തെ എപ്പിസോഡിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ISLുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില അപ്ഡേറ്റുകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അത് വിശദമായി കൊണ്ട് പരിശോധിക്കാം. ഒന്നാമത്തേത് നാരായൺ ദാസ് എന്ന താരവുമായി ബന്ധപ്പെട്ടതാണ്. 32 വയസ്സുള്ള ഈ താരം ഇതുവരെ യുണൈറ്റഡ് കൊൽക്കത്തയ്ക്ക് വേണ്ടിയായിരുന്നു കളിച്ചിരുന്നത്. ഈ ഡിഫൻഡർ അവിടെ നിന്നും സ്പോർട്ടിംഗ് ക്ലബ്ബ് ഗോവയിലേക്ക് ഇപ്പോൾ പോയിട്ടുണ്ട്. അത് സ്ഥിരീകരിക്കപ്പെട്ട ഒരു കാര്യമാണ്. ഇനി രണ്ടാമത്തെ താരം അത് മുഹമ്മദ് അലി ബെമാമർ ആണ്. ഈ ഡിഫൻസീവ് മിഡ്ഫീൽഡറെ ചെന്നൈയിൻ FC ഇപ്പോൾ സ്വന്തമാക്കിയിട്ടുണ്ട്. നമുക്കറിയാം ISLിൽ വളരെയധികം എക്സ്പീരിയൻസ് ഉള്ള മൊറോക്കൻ താരമാണ് ഇദ്ദേഹം. നേരത്തെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന് വേണ്ടി കളിച്ചിട്ടുള്ള താരമാണ് മുഹമ്മദ് അലി ബെമാമർ. നേരത്തെ നൊഗ്വേരയെ സ്വന്തമാക്കാൻ ചെന്നൈയിൻ FCക്ക് കഴിഞ്ഞിരുന്നു. അങ്ങനെ ചെന്നൈയിൻ FC ഇപ്പോൾ തങ്ങളുടെ ടീം ശക്തിപ്പെടുത്തുകയാണ്. ഇനി മൂന്നാമത്തേത് ഇന്റർ കാശിയുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. അതായത് ഒരു പുതിയ വിദേശ സെന്റർ ബാക്കിനെ ഇവർ സൈൻ ചെയ്ത് കഴിഞ്ഞു. ലിത്വാനിയൻ ദേശീയ ടീമിന് വേണ്ടി കളിക്കുന്ന നൗറിസ് പെറ്റ്കവിസ് എന്ന ഒരു താരത്തെയാണ് ഇന്റർ കാശി ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ളത്. അതായത് യൂറോപ്യൻ ഇന്റർനാഷണൽ ആണ് ഇദ്ദേഹം. ഇതോടുകൂടി 5 പുതിയ വിദേശ താരങ്ങളെ ഇന്റർ കാശി സ്വന്തമാക്കിയിട്ടുണ്ട്. ശക്തമായ ഒരു ടീമുമായാണ് ലോപ്പസ് ഹബാസ് ഇത്തവണത്തെ ISLന് വരുന്നത്. ഇനി നാലാമത്തെ താരം അത് ഡാനിയൽ ലാലിംപൂയ എന്ന താരമാണ്. അതായത് മിസോറാം സ്ട്രൈക്കറാണ് ഇദ്ദേഹം. ഇദ്ദേഹത്തെ FC ഗോവ സ്വന്തമാക്കിയിട്ടുണ്ട്. മാർക്കസ് മെർഗുലാവോയാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഇനി അഞ്ചാമത്തെ താരം അത് ജെറിയാണ്. നേരത്തെ ഒഡീഷ FCക്ക് വേണ്ടി കളിച്ചിട്ടുള്ള താരമാണ് ജെറി. ഇദ്ദേഹത്തെ ഈസ്റ്റ് ബംഗാൾ സ്വന്തമാക്കുകയാണ് എന്നുള്ളത് കൊൽക്കത്തൻ മാധ്യമ പ്രവർത്തകർ ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. 28 വയസ്സുള്ള ഈ താരത്തെ ഫ്രീ ഏജന്റ് ആയിക്കൊണ്ടാണ് ഈസ്റ്റ് ബംഗാൾ കൊണ്ടുവരുന്നത്. നല്ല ഒരു താരമാണ് ജെറി. ഇനി ആറാമത്തെ താരം അത് ബ്രൈസൺ ഫെർണാണ്ടസ് ആണ്. നിലവിൽ FC ഗോവയ്ക്ക് വേണ്ടി കളിക്കുന്ന ഇന്ത്യൻ താരമാണ് ബ്രൈസൺ. ഈ താരത്തെ മോഹൻ ബഗാൻ വളരെ സീരിയസ് ആയി കൊണ്ട് പരിഗണിക്കുന്നുണ്ട്. ഗോവയുമായി കോൺട്രാക്ട് പുതുക്കാൻ അദ്ദേഹം ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ അദ്ദേഹത്തെ കൊണ്ടുവരാനാണ് മോഹൻ ബഗാന്റെ തീരുമാനം. ഇക്കാര്യം ബ്രൈസന്റെ പ്രതിനിധികളെ അഥവാ അദ്ദേഹത്തിന്റെ ക്യാമ്പിനെ മോഹൻ ബഗാൻ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് MBFT ആണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെയാണ് നമുക്ക് 6 അപ്ഡേറ്റുകൾ ലഭിച്ചിട്ടുള്ളത്. ഇനി പുതിയ എപ്പിസോഡിൽ വീണ്ടും കാണാം.